നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നതിനിടെ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്നു. ഇന്നലെ ബാരലിന് $119 വില വൈകുന്നേരമായപ്പോഴേക്കും 101 താണുമെങ്കിലും പ്രതിസന്ധി നീങ്ങുന്നില്ല. കടുത്ത പ്രതിസന്ധിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ എണ്ണ ഉൽപ്പാദനം നിലച്ചതോടെ കേരളത്തിലടക്കം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ പാചകവാതക വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രകൃതിവാതകത്തിന് ഇതുവരെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. പക്ഷേ പാചകവാതക നിയന്ത്രണത്തെ തുടർന്ന് ഇന്ത്യയിലെ വൻകിട ഹോട്ടലുകൾ പൂട്ടുന്നതായാണ് റിപ്പോർട്ടുകൾ. പ്രധാന നഗരങ്ങളിലെ ഹോട്ടലുകൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത വിധം പാചകവാതക പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഗാർഹിക ഉപഭോക്താക്കൾക്കുള്ള സിലിണ്ടറുകളുടെ ബുക്കിംഗ് ഡേറ്റ് കുറച്ചു, വിതരണത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി. അതിനേക്കാൾ വലിയ നിയന്ത്രണമാണ് പാചകവാതകത്തിൻ്റെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനു മുമ്പ് റഷ്യ ഉക്രൈൻ യുദ്ധകാലത്താണ് ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നത്. അന്ന് ഇതിൽ എക്സൈസ് ഡ്യൂട്ടിയിൽ കുറവ് വരുത്തിയാണ് ഇന്ത്യ പിടിച്ചു നിന്നത്. ബാരലിന് $67 എന്ന നിലയിൽ നിന്നാണ് നിലവിൽ $119 എണ്ണവില കുതിച്ചുയർന്നിരിക്കുന്നത്. അത് വീണ്ടും $101 താണുവെങ്കിലും പ്രതിസന്ധി ഒഴിഞ്ഞ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പ്രതിദിന ഉൽപ്പാദനം 4.3 ദശലക്ഷത്തിൽ നിന്ന് 1.3 ലക്ഷം ബാരലുകളായി കുറഞ്ഞിരിക്കുകയാണ്. കടുത്ത ആക്രമണമാണ് ഇറാനും ഇസ്രായേലും പരസ്പരം നടത്തുന്നത്. ഇരു കൂട്ടരും ഇറാൻ്റെ എണ്ണ വിതരണ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ തുടർന്ന് ഇറാൻ തിരിച്ചടിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലുള്ള എണ്ണ വിതരണ ടാങ്കുകളിലേക്കും അവയുടെ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്കുമാണ്. ബഹ്റൈനിൽ ബാബ്കോ എനർജീസിൽ ഈ ഇറാൻ്റെ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായിരുന്നു. കുവൈത്ത്, UAE, ഫുജൈറ ഇന്ധന ടാങ്കുകളിൽ തീപിടുത്തമുണ്ടായിട്ടുണ്ട്. 20 ദശലക്ഷം ബാരൽ എണ്ണയുടെ കുറവാണ് ഇപ്പോൾ പ്രതിദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതേ അവസ്ഥ തന്നെയാണ് പാചകവാതകത്തിനും ഉണ്ടായിരിക്കുന്നത്. എണ്ണയുടെ ബാരലിൻ്റെ വിലവർദ്ധനവ് ഇന്ത്യയെ ഇതുവരെ ബാധിച്ചിട്ടില്ല. വരും ദിനങ്ങളിൽ അത് എങ്ങനെ മുന്നോട്ട് നീങ്ങും എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമല്ല. കാരണം ഏത് സമയത്തും ഇന്ധനവില കുതിച്ചുയരാം. നിലവിൽ ഇന്ത്യയിൽ ഇന്ധന വില വർധനവ് മാറ്റമില്ല. പക്ഷേ വില ഉയരുമ്പോൾ പല വിധത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ്. യാത്രാ ചെലവും ജീവിത ചെലവും ക്രമാതീതമായി വർദ്ധിക്കും. പണപ്പെരുപ്പമുണ്ടാകും. പാചകവാതകവും വൈദ്യുതിയും ക്ഷാമം നേരിടും. ഉൽപ്പന്നങ്ങളുടെ വിലവർധനവുണ്ടാകും. വ്യവസായ മേഖലയ്ക്ക് വൻ തിരിച്ചടി നേരിടേണ്ടി വരും. രൂപയുടെ മൂല്യത്തകർച്ചയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കറണ്ട് അക്കൗണ്ടിൽ കമ്മി കൂടുകയും ചെയ്യും. ഇന്ധനവില സാധാരണ ബാരലിൻ്റെ വില കൂടുമ്പോൾ കേന്ദ്രം ചെയ്യുന്നത് അതിൽ നികുതി ക്രമീകരിച്ച് ഇന്ധന വില വർധനവിൻ്റെ ദുരിതം ജനങ്ങളിൽ ബാധിക്കാതിരിക്കാനാണ് കേന്ദ്രം സാധാരണ ശ്രമിക്കാറുള്ളത്. 2022 ക്രൂഡ് പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഈ വിധത്തിലാണ് ഇന്ത്യ ഇന്ധന വില വർധനവ് ഇന്ധന വില ക്രമീകരണം നടത്തിയത് ഈ രീതിയിലാണ്. അന്ന് പെട്രോളിന് 8 രൂപയും ഡീസലിന് 6 രൂപയും എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കുകയാണ് ചെയ്തത്. പക്ഷേ അന്ന് ചില സംസ്ഥാനങ്ങൾ, അതായത് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ അന്ന് ഈ നികുതി കുറയ്ക്കാൻ തയ്യാറായില്ല. സംസ്ഥാനങ്ങൾ നികുതി ഇളവ് വരുത്താത്തതിനെ തുടർന്ന് അന്ന് അതേ വിലയ്ക്ക് തന്നെയാണ് നമുക്ക് ഇന്ധനം ലഭിച്ചുകൊണ്ടിരുന്നത്. ഏറെ നാളായി ഇന്ത്യയിൽ പെട്രോളിനും ഡീസലിനും ഒരേ വില തുടർന്ന് വരികയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണ കേന്ദ്രങ്ങൾ എന്നുള്ളത് എണ്ണ കമ്പനികളും എണ്ണ ശുദ്ധീകരണശാലകളും അതുപോലെ തന്നെ എണ്ണയുടെ വിതരണം നടത്തുന്ന കപ്പൽ ചാലുകളും ഒക്കെയാണ് ഈ ആക്രമണകാരികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അത് കാരണം എണ്ണ വില വർധനവ് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇനി എങ്ങനെ നേരിടും എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ആശങ്ക. നിലവിൽ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ആ എണ്ണ 30 ദിവസത്തേക്കുള്ള എണ്ണ റഷ്യ നമുക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. യുദ്ധം നീണ്ടു പോവുകയാണെങ്കിൽ ഇത് വലിയ പ്രതിസന്ധി നേരിടും. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ തണുപ്പിനെ അകറ്റുന്നതിന് വീടുകളിൽ താപനില ക്രമീകരിക്കുന്നതിനും പ്രകൃതിവാതകമാണ് ഉപയോഗിക്കുന്നത്. ഈ പ്രകൃതിവാതകത്തിൻ്റെ കുറവുണ്ടായാൽ ഇത് അവിടുത്തെ ജനജീവിതത്തെ കാര്യമായി ബാധിക്കും. ഇന്ത്യയിലാണെങ്കിലും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഇത് ബാധിക്കും. ഹോട്ടലുകൾ പൂട്ടാൻ തുടങ്ങിയെന്നുള്ള വാർത്തകൾ പലയിടത്തു നിന്നും വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഹോട്ടൽ ഉടമകൾ കേന്ദ്ര പെട്രോളിയം മന്ത്രിയെ ആശങ്ക അറിയിച്ചു കഴിഞ്ഞു. നിലവിൽ ലഭിക്കുന്ന പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം കുറച്ചത് അവരുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കുന്നു. അടുക്കളകളിലേക്കുള്ള, അതായത് ഗാർഹിക ഉപയോക്താക്കളെയും ഇത് ഏറെ വൈകാതെ ബാധിക്കും. യുദ്ധം നീണ്ടുപോകുന്നതിന് ഇന്ത്യയ്ക്കുള്ള ഏറ്റവും വലിയ ആശങ്കയും ഈ പെട്രോളിയം വിതരണത്തിൻ്റേതാണ്.
വരും ദിവസങ്ങളിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയും എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ വീണ്ടും പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാകും. ഇതിന് പ്രതിവിധി തേടാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര പ്രകൃതി വാതക പെട്രോളിയം മന്ത്രാലയം.